ഹലോ, ഇന്നത്തെ വീഡിയോ TKT സീലിംഗ് പാനലിൻ്റെ വർക്കിനെ കുറിച്ചാണ്. ഷീറ്റ് വർക്കിൻ്റെ താഴെ എപ്പോഴും TKT PVC സീലിംഗ് പാനലാണ് ഏറ്റവും നല്ലത്. നനവ് തട്ടുന്നത് ഇടത്ത് കൂടുതലും ഈട് നിൽക്കുന്നത് TKT സീലിംഗ് പാനലുകളാണ്. വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഫ്രെയിം വർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സെക്ഷനും പെരിമീറ്ററും ഉപയോഗിച്ചിട്ടുള്ള ജിപ്സം സീലിങ്ങിൻ്റെ ഫ്രെയിം വർക്കാണ്. അത്യാവശ്യം ഉറപ്പും സ്ക്രൂ ചെയ്യാൻ എളുപ്പവും ജിപ്സം ബോർഡിൻ്റെ ഫ്രെയിം വർക്കാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ഷനിൽ നമുക്ക് 2 സ്ക്രൂ വീതം നൽകാൻ സാധിക്കും. ഇത് സീലിംഗ് വർക്കിന് ഈട് വർഷങ്ങളോളം നിൽക്കാൻ സഹായിക്കുന്നു. PVC സീലിങ്ങിൽ ലൈറ്റിൻ്റെ കട്ടിങ്സൊക്കെ വളരെ സിമ്പിളാണ്. ആവശ്യമായ സ്ഥലത്ത് ലൈറ്റ് വെച്ചിട്ട് വരക്കുക. അതിനുശേഷം നമ്മളത് ഒരു ഇത്തിരി അകത്തിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കട്ടിങ് പുറത്ത് കാണും. ഡ്രില്ല് ഉപയോഗിച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഗ്രൈൻഡറിൻ്റെയോ വേറെ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് അധിക നാൾ ഈട് നിൽക്കാവുന്ന രീതിയിലും ഭംഗിയിലും ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. സീലിംഗ് പാനലിൽ ഏറ്റവും പ്രധാനം ഫ്രെയിം വർക്കാണ്. അത് 2 അടി അകലത്തിൽ സെക്ഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് അകലം കൂടി പോകരുത്. എൻഡിലും സെക്ഷൻ ഇടാൻ ശ്രമിക്കണം. പെരിമീറ്ററും എല്ലാ ഭാഗത്തും അടിക്കണം. ഷീറ്റ് എൻഡിലും പെരിമീറ്ററിലേക്കും സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ ഈട് നമുക്ക് ഈ സീലിംഗ് വർക്കിന് കിട്ടുന്നു.